പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 24 തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അനന്തമായ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 41 and 42 നാം ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയും ഇല്ല. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വചനഭാഗം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. ബെഥാനിയയിലെ ലാസറിന്റെ ഭവനമാണ് ഈ വിഷയീഭവിച്ചിരിക്കുന്ന കാര്യം. ലാസർ സഹോദരിമാരായ മാർത്തയും മറിയയും. യേശുവിനെ ഭവനത്തിൽ സ്വീകരിച്ചത് മാർത്തയാണ്. എന്നാൽ യേശുവിന്റെ കാൽക്കൽ നിന്ന് വചനം കേട്ട് പഠിച്ചത് മറിയയുമാണ്. യേശുവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മാർത്ത വളരെ അഘോര പ്രയത്നം ചെയ്ത് തളർന്നു. അന്നേരമാണ് മാർത്ത ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തന്റെ സഹോദരി ഒരു വിധത്തിലും തന്നെ സഹായിക്കുവാൻ കൂട്ടാക്കാതെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുകയാണ്. ഇത് കണ്ട് യേശുവിനോട് മാർത്ത തന്റെ പരിഭവം പറഞ്ഞപ്പോൾ അതിന് യേശു പറഞ്ഞ മറുപടിയാണ് 41-42 വാക്യങ്ങൾ. മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുകയാണ്. അവൾ അന്നേരം യേശുവിന് എന്തോ ഭക്ഷണം കൊടുക്കും. യേശുവിന് അത് ഇഷ്ടമാണോ? അതിന് എല്ലാ വിഭവങ്ങളും ഇൻഗ്രീഡിയൻസും അവിടെ ഉണ്ടോ? ഇങ്ങനെയുള്ള പല ചിന്തകളിൽ അവൾ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗുരുനാഥൻ വന്നിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. അതിനുവേണ്ടി മാർത്ത തന്റെ മാക്സിമം ഔട്ട്പുട്ട്, തന്റെ മാക്സിമം എഫേർട്ട് ഇടുകയാണ്. അപ്പോഴാണ് തന്നെ സഹായിക്കേണ്ട സഹോദരി ഇതിലൊന്നും ഇടപെടാതെ യേശുവിന്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും ഇങ്ങനെയാണ്. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. ഓട്ടമാണ്. എന്തിനാ? കർത്താവിനെ തൃപ്തിപ്പെടുത്താൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഓടുകയാണ്, കർത്താവിനെ സന്തോഷിപ്പിക്കാൻ. അങ്ങനെ പലരെയും സന്തോഷിപ്പിക്കാനുള്ള ഓട്ടമാണ്. പക്ഷേ ഈ ഓടുന്നതല്ലാതെ വേണ്ടുന്നത് ഞാനും നിങ്ങളും പ്രാപിക്കുന്നില്ല. യേശു തുടർന്ന് പറയുകയാണ്, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. കുറച്ചു മതി, കുറച്ചും വേണ്ട, ഒറ്റ കാര്യം മതി. മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുക. പക്ഷേ അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്പം എന്തെങ്കിലും മതി. അതുമല്ല, ഒരു കാര്യം മതി. എന്താ അത്? അതെ, മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു. അവൾ എന്റെ പാദപീഠത്തെങ്കിലിരുന്ന് ഏറ്റവും നല്ല അംശമായ ദൈവവചനം അവൾ തിരഞ്ഞെടുത്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയോ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ ഓട്ടം എന്നാണ് അവസാനിക്കുന്നത്? വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഓട്ടം, അത് കഴിയുമ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള ഓട്ടം, ജോലിയിലോട്ട് കയറി കഴിയുമ്പോൾ വിവാഹമായി, കരിയറിന്റെ ക്രമീകരണമായി, തലമുറയായി, അവരുടെ വിദ്യാഭ്യാസമായി, അവരുടെ വിവാഹമായി, അവരുടെ മക്കളായി എന്നു വേണ്ട
നമ്മുടെ ഓട്ടം ഒരിക്കലും തീരുന്നില്ല. ഓടി 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 എങ്ങും എത്താതെ വരിക. അവസാനം കർത്താവും പറയുകയാണ്, എന്റെ കുഞ്ഞെ, നീ ഓടിയിട്ട് എന്ത് നേടി? എന്നാൽ നോക്ക്, നീ നോക്കുമ്പോൾ നിന്നെ മറിയ സഹായിക്കുന്നില്ല, നിന്നോടൊപ്പം ഓടുന്നില്ല, നിന്നോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല, നിന്നോടൊപ്പം ഒന്നും ചെയ്യുന്നില്ല. നീ നോക്കുമ്പോൾ മറിയ കൈയും കെട്ടി എന്റെ പാദപീഠത്തിൽ ഇരിക്കുക. അതെ, നിന്റെ കാഴ്ചപ്പാടിൽ അവൾ വെറുതെ ഇരിക്കുകയാ. അല്ല കുഞ്ഞെ, നീ മനം കലങ്ങുന്ന പോലൊന്നും ഒരാവശ്യവുമില്ല. അവള് നല്ല അംശം തിരഞ്ഞെടുത്ത് സേഫായിട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മട്ട് ഓട്ടവും പ്രാരാബ്ദവും വെപ്രാളവും ഈ ആകമാനമുള്ള പരവേശങ്ങളും ഒക്കെ അവസാനിപ്പിച്ചിട്ട് യേശുവിന്റെ കാൽപാദത്തെങ്കിൽ ഇരിക്കുക, വചനം സ്വീകരിക്കുക, വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. അതെ, ഇത്രയും നാൾ ഓടിയില്ലേ, അധ്വാനിച്ചില്ലേ, ഇനി എന്നാണ് ദൈവവചനം നാം വായിക്കുന്നത്? നമ്മൾ അനേകർക്ക് വചനം കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വായിക്കുന്നുണ്ടോ? നമ്മൾ പഠിക്കുന്നുണ്ടോ? നമ്മൾ അത് പാലിക്കുന്നുണ്ടോ? വളരെ ഗൗരവമായി ഓർക്കണം. അതുകൊണ്ട് മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ ഒത്തിരി ഒന്നും വേണ്ട, അല്പം വേണ്ട, ഒരു കാര്യം മതി. അത് ദൈവവചനത്തിനായിരിക്കണം മുൻതൂക്കം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തോട് തന്നെ ചോദിക്കാം, അപ്പാ, ഞാൻ ഈ ഓടി നടന്നിട്ട് അവസാനം വരുമ്പോൾ ഇതാണോ എന്നോട് ഓടുന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ അങ്ങയില്ലാത്ത ഓട്ടം എനിക്ക് വേണ്ട. ഒത്തിരി ഓടി, ഇനി ആ ഓട്ടത്തിന് വിരാമം കുറിച്ചിട്ട് ഇരിക്കാം. എവിടെ? യേശുവിന്റെ പാദാന്തികെ, യേശുവിന്റെ കാൽപാദത്തെങ്കിൽ ആ വചനം കേട്ടുകൊണ്ട് അതിന് ചുമൽ കൊടുക്കുവാൻ എന്നെയും നിങ്ങളെയും ഇന്നത്തെ ദിനം പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന്റെ പാദപീഠത്തിലിരിപ്പാൻ, വചനം പഠിക്കുവാൻ ഇന്ന് ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും അവസാനം വൃഥാവെന്ന് വരാതെ വേണം, അത് നമ്മെ നിത്യതയിൽ എത്തിക്കത്തക്ക വിധത്തിൽ, അതെ, വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവവൈതലായി ജീവിപ്പാൻ ഇന്നത്തെ ദിനം പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുക. അങ്ങനെ വചനത്തിന് നാം മുൻതൂക്കം കൊടുക്കുമ്പോൾ ഒന്നിനെ കുറിച്ചും അനാവശ്യ ചിന്തയില്ല, ഭാരമില്ല. മറിയ വളരെ സിമ്പിളായി, വളരെ ശാന്തയായി, എത്ര പക്വതയോടെ ദൈവസന്നിധിയിൽ കർത്താവിന്റെ പാദാന്തികെ ഇരിക്കുക. അതേ സമയത്ത് മാർത്തയോ ഓടി നടക്കുകയാണ്, ആകമാനം വിഷമിച്ച് ഉള്ളം കലങ്ങുകയാ. മറിയയ്ക്ക് ഇതൊന്നും ഏശുന്നതേയില്ല. ആ നിലയിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും പാകമാകട്ടെ, പക്വമാകട്ടെ. അതിന് ഇന്ന് പകൽ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഇരിക്കാം. അതെ, അങ്ങനെ കർത്താവിൽ നിന്ന് പഠിച്ചുകൊണ്ട് ദൈവകൃപയോടെ മുന്നേറുവാൻ ജീവജലത്തിന്റെ പ്രേക്ഷകരായ എല്ലാവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ദൈവജനം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരവും പ്രയാസവും സങ്കടവും കുഞ്ഞുങ്ങളുടെ വിഷയം കൊണ്ട് ഓടി നടക്കാതെ കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുക. കർത്താവിനോട് പറയുക, ആശ്വാസവും വിടുതലും കർത്താവ് നൽകും. അങ്ങനെ പരിപൂർണ വിടുതലോടും അനുഗ്രഹത്തോടും ധന്യമായ ക്രിസ്തു ജീവിതം നയിക്കുവാനും കർത്താവ് മറിയെ പോലെ പറഞ്ഞതുപോലെ ആ സാക്ഷ്യം എനിക്ക് നിങ്ങൾക്കും പ്രാപ്യമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നമ്മെ ആക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിൽ സംഭവിച്ചത് പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങൾക്ക് വിഭാഗം ചെയ്തു തന്നതിനായി സ്തോത്രം. മാർത്ത യേശുവിനെ സ്വീകരിക്കുകയും യേശുവിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുകയും ചെയ്തുവെങ്കിലും മറിയ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നതാണല്ലോ യേശു കണക്കിട്ടത്. യേശു അതാണല്ലോ മാർത്തയോട് വളരെ വ്യക്തമായി പറഞ്ഞത്. നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുമ്പോൾ മറിയ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തു. ഈ നാളുകളിൽ
ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ കർത്താവിന് വേണ്ടി ഓടി കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് പഠിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഞാനും നിങ്ങളും കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൽ നിന്ന് പഠിച്ച് ധൈര്യത്തോടെ ദൈവകൃപയോടെ നല്ല അംശം തിരഞ്ഞെടുത്ത് നിത്യതയിലേക്ക് എത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ ദിനം നിങ്ങൾ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ നടത്തട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.